ഹായ് ഓൾ, എല്ലാവർക്കും സൂപ്പർ സുപ്രഭാതം. സൂപ്പർ നോട്ട്സ് ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും 5 മണിക്ക്, രാവിലെ 5 മണിക്ക് നമ്മളൊരു സെഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കാറുണ്ട്. ചിലപ്പോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 5 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, 5 മണിക്ക് എണീക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാറുണ്ട്, അത് വേറെ സത്യം. പക്ഷേ നമ്മൾ 5 മണിക്ക് എണീക്കാറില്ലേ? അപ്പൊ ചില സമയത്ത് നമ്മൾ 5 മണിക്ക് പഠിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആവേശം, അല്ലെങ്കിൽ അന്ന് പഠിക്കുന്ന കാര്യത്തിന് ഭയങ്കര ഒരു ഫ്രഷ്നസ് നമുക്ക് കിട്ടാറില്ലേ? അത് തന്നെയാണ് ഞങ്ങളും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ സെക്ഷൻ കണ്ട് നിങ്ങൾ തുടങ്ങുന്നു. ആ എനർജി ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ നിങ്ങൾ തുടർന്നാൽ 5 മുതൽ 7 മണി വരെ നിങ്ങൾ കൃത്യമായിട്ടിരുന്ന് പഠിച്ചാൽ ഒരു ദിവസം രാവിലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതായിട്ട് മാറും. അപ്പൊ നമ്മുടെ ഈ സെക്ഷൻ 5 മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ആ 5 മണി മുതൽ ഒരു 2 മണിക്കൂറോളം കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. നമ്മൾ രാവിലെ 5 മണിക്ക് തരുന്ന ആ പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസം മുഴുവൻ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഇതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയും അതുവഴി നിങ്ങൾക്ക് ഉദ്ദേശിച്ച ജോലി നേടാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഉദ്ദേശം തന്നെയാണ് നിങ്ങളിൽ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നത് തന്നെയാണ് നമ്മുടെ സൂപ്പർ നോട്ട്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയില് സാധാരണ ചോദിക്കാത്ത പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സൂപ്പർ സുപ്രഭാതം നേർന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കടാ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 1. അവകാശവാദം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനമെന്ന് അറിയപ്പെടുന്നു. 2. അതിന്റെ കാരണം പറയുന്നു നോക്കിക്കോടാ. ഹൃദയ സ്തംഭനം മൂലം ഹൃദയ ആഘാതം സംഭവിക്കുന്നു. അവിടെ ഞാൻ 2 സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൃദയ സ്തംഭനം, രണ്ടാമത്തേത് ഹൃദയ ആഘാതം. നമുക്ക് പണി തരുന്ന, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഈ പരീക്ഷയുടെ ഈ ക്വസ്റ്റ്യനിലാണെങ്കിലും നമുക്ക് പണി തരുന്ന 2 ടേമാണ് ഹൃദയ സ്തംഭനവും ഹൃദയാഘാതവും. ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ നമുക്കൊരിക്കലും ഈ ക്വസ്റ്റ്യന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ എഴുതാൻ സാധിക്കൂ. ക്ലിയർ അല്ലേ? ഇനി ഓപ്ഷൻ നോക്കടാ. അവകാശവാദവും കാരണവും ശരിയാണ്, കൂടാതെ അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണമാണ് കാരണം. നേരെയുള്ള ഓപ്ഷനെ നമ്മളെ കൊണ്ട് എഴുതാൻ വയ്യ. തന്നിരിക്കുന്ന ഓപ്ഷൻ കണ്ട. അടുത്ത് നോക്കടാ. അവകാശവാദവും കാരണവും ശരിയാണ്, പക്ഷെ അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണമല്ല കാരണം. പ്ലിങ്. അടുത്ത ഓപ്ഷനും സീനാണ്. ഈ 2 ഓപ്ഷനും കാണുമ്പോഴേ നിങ്ങളെ കിളി മൊത്തവും പരീക്ഷ ഹാളിലിരുന്ന് പറക്കും. അടുത്ത് നോക്കടാ. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. അവസാനത്തെ 2 ഓപ്ഷൻ ഇത്തിരി സിമ്പിൾ ആയിട്ട് തന്നിരിക്കുക. എരുതിയിൽ എണ്ണ ഒഴിക്കണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചു കാണും. അപ്പൊ വാദം ശരിയാണ്, കാരണം തെറ്റാണ്. 4-മത്തേത് വാദവും കാരണവും തെറ്റാണ്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഈ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തണം. നോക്ക്. അവകാശവാദം എന്താ പറയുന്നത്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനമെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഞാൻ ഇതിനെ വിശദീകരിച്ചു തരാം. ആദ്യം ഞാൻ ഇതിന്റെ ആൻസർ ശരിയോ തെറ്റോ എന്ന് പറയാണേ. നോക്കിക്കോടാ. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം എന്നറിയപ്പെടുന്നു. ശരിയാണ്. അവകാശവാദം ശരിയാണ്. ഞാനതാ ഇവിടെ ശരിയെന്ന് കൊടുക്കുക. ഇനി അടുത്ത കാരണം നോക്കാം. ഹൃദയ സ്തംഭനം മൂലം ഹൃദയ ആഘാതം സംഭവിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്കതിനെ കുറിച്ച് അറിയില്ല, പക്ഷെ ഞാൻ അതിന്റെ ആൻസർ കൊടുക്കുകയാണ് ആദ്യമേ. കാരണം ഹൃദയ സ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ അവകാശവാദം എന്ന് പറയുന്നത് ശരിയും കാരണം എന്ന് പറയുന്നത് തെറ്റുമാണ്. ഇനി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിലോട്ട് കയറി, ഇനി ഈ ക്വസ്റ്റ്യനിലോട്ട് കയറിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. നോക്കിക്കോ. അവകാശവാദവും കാരണവും ശരിയാണ്. ബാക്കി നീ വായിച്ചു നോക്കിയിട്ടും കാര്യമില്ല, വായിച്ചു നോക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന അവകാശവാദം നോക്ക് ശരിയാണ്, പക്ഷെ കാരണം ഇവിടെ തെറ്റാണ്. അതുകൊണ്ട് 1-മത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2-മത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്.
അവകാശവാദവും കാരണവും ശരിയാണ്. അവിടെയും നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാം അവകാശവാദം ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. പക്ഷെ ഇവിടെ ശരിയെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ്. ഇനി 3 നോക്ക്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. നോക്ക്, അവകാശവാദം ശരിയാണ്, കാരണം തെറ്റാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ നമ്മുടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ ശരിയാണെങ്കിൽ പിന്നെ 4ാമത്തെ ഓപ്ഷനിലൂടെ നമ്മൾ പോകേണ്ട ആവശ്യവും ഇല്ല. ക്ലിയർ ആണോ? ഇങ്ങനെ വേണം ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ സമീപിക്കാൻ. സാധാരണ PSC പരീക്ഷകളില് മുൻകാലങ്ങളിൽ ഇത്തരം ചോദ്യങ്ങളില്ല. ഇപ്പൊ പക്ഷെ അവിടെ ആയിട്ട് പുട്ടിന് പീരയിടുന്നത് പോലെ ഇടക്കിടക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ ഗുലുമാല് പിടിച്ച ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സുപ്രഭാതത്തില് നമ്മൾ ഈ ഗുലുമാല് പിടിച്ച ചോദ്യത്തെ തന്നെ ആദ്യം പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇതിന്റെ എന്താ പറയുക, കൺസെപ്റ്റ് പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് ഈ CBSE പരീക്ഷകള്, അതുപോലെ നീറ്റ് പോലുള്ള പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബയോളജി ചോദ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇവര് PSCയിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി വൃത്തിക്ക് കൺസെപ്റ്റ് പഠിച്ചു വെക്കാതെ കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാലേ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ഇവിടെ നോക്ക്, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത ഹൃദയസ്തംഭനം എന്താണ്, ഹൃദയാഘാതം എന്താണെന്ന് അറിയാതെ നമുക്ക് ഈ സാധനത്തിന് പഠിക്കാൻ പറ്റുമോ മക്കളെ? ഇല്ല. ഇനി ഒറ്റ വാക്കിൽ ഉത്തരമായിട്ട് എന്താണ് ഹൃദയാഘാതം, എന്താണ് ഹൃദയസ്തംഭനം എന്ന് ആദ്യം പറയാം, എന്നിട്ട് അതിന്റെ നോട്ടിലോട്ട് പോവാം. ശ്രദ്ധിച്ചോ? ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പൊ ഒരാള് എന്തോ സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം പറയാം. അവിടെ ഒരു അപകടം നടന്നു, ഇത്ര ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറയുമ്പോ അല്ലെ, അപ്പൊ നമ്മൾ ചോദിക്കും നീ എന്താ സ്തംഭിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കാറില്ലേ? സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, നിന്നു പോവുക. അപ്പൊ ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഇടിപ്പ് നിന്നുപോയി എന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ഇനി ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് എന്തോ കാരണം കൊണ്ട് ഒരു ആഘാതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഹൃദയത്തിന് എന്തോ ഒരു കാരണം കൊണ്ട് ആഘാതം സംഭവിച്ചത് ഹൃദയാഘാതവും, ഹൃദയത്തിന് എന്തോ ഒരു കാരണം കൊണ്ട് നിന്നുപോയതിനെ സ്റ്റാച്ചു, അതിന് പറയുന്ന പേരാണ് ഹൃദയ സ്തംഭനം. ഓക്കെ, ഇത്രയും പിടിയിട്ടല്ലോ. നോക്കിക്കോ, ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയ ആഘാതം. ശ്രദ്ധിച്ചു പഠിക്കണേ. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയ ആഘാതം. അപ്പൊ എന്റെ പൊന്നു മക്കളെ, ഹൃദയ ആഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തം ഒഴുക്ക് തടസ്സപ്പെടുന്നതെങ്കിൽ അവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഹൃദയത്തിലെ പേശികൾക്ക് ആവശ്യമുള്ള ഓക്സിജനെയും പോഷണത്തെയും എത്തിക്കുന്ന രക്തക്കുഴൽ ഏത് എന്ന് ചോദിച്ചാൽ അത് കൊറോണറി ധമനി. മറക്കണ്ട. ആരാണ്? കൊറോണ. അറിയാലോടാ, കൊറോണ അറിയാലോ. കൊറോണ അറിയാത്ത ആരും ഇല്ലല്ലോ. കൊറോണറി ധമനി. ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജനെയും പോഷണത്തെയും എത്തിക്കുന്ന രക്തക്കുഴലാണ് കൊറോണറി ധമനി. ആ കൊറോണറി ധമനിയിൽ ഉണ്ടാകുന്ന അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ബ്ലോക്ക് കാരണം ആണ് ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. ഓക്കെ ആണോ? അപ്പൊ എന്താണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞുതരും കേട്ടോ, പറഞ്ഞുതരും. ഇപ്പൊ ഇത്ര ഓർത്ത് വെച്ചിരിക്കുക. ഹൃദയത്തിന്റെ പേശികൾക്ക് ഓക്സിജനെയും പോഷണത്തെയും എത്തിക്കുന്ന രക്തക്കുഴലാണ് കൊറോണറി ധമനി. ആ കൊറോണറി ധമനിക്ക് അതിരോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ രക്തക്കട്ട രൂപം കൊള്ളുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന തടസ്സമാണ് ഹൃദയ ആഘാതത്തിന് കാരണമെന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കടാ. ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും പെട്ടെന്ന് ഹൃദയത്തിന്റെ പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്നതാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വൈദ്യുതിയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഹൃദയാഘാതം എന്ന് പറയുന്നത് ഒരു രക്തചംക്രമണ പ്രശ്നമാണ്. അതായത് രക്തം ഒഴുകുന്നത് തടസ്സപ്പെടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഹൃദയസ്തംഭനത്തിന്റെ കാരണം വൈദ്യുതി പ്രശ്നമാണ്. എന്താണ് വൈദ്യുതി പ്രശ്നം? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ കറണ്ടിന് വില കൂടിയത്. അതാണോ ഇവിടുത്തെ പ്രശ്നം? കറണ്ടിന്റെ വില കൂടിയത് കൊണ്ട് നമ്മുടെ ശരീരം കറണ്ട് ഉൽപാദനം കുറച്ചു, അതാണോ പ്രശ്നം?
അല്ല, നിന്റെ ഹൃദയം പ്രവർത്തിക്കുന്നത്, നിന്റെ ഹൃദയം മിടിക്കുന്നത് എന്തിന്റെ സഹായത്താലാണ്? വൈദ്യുതിയുടെ സഹായത്താലാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നിന്റെ ഹൃദയം വൈദ്യുതിയുടെ സഹായത്താൽ പ്രവർത്തിക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്നതാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ ഓർത്തുവെച്ചോ, വൈദ്യുത തകരാറ് മൂലം ഉണ്ടാകുന്നതാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കണം, ഒരാളിൽ ഉണ്ടാകുന്ന ഹൃദയ ആഘാതം നമ്മൾ കൃത്യമായി പരിഹരിച്ചില്ല എങ്കിൽ അത് ഹൃദയ സ്തംഭനത്തിലോട്ട് വീഴും. ശ്രദ്ധിക്കണം, ഒരാളിൽ ഉണ്ടാകുന്ന ഹൃദയ ആഘാതത്തെ കൃത്യമായി പരിഹരിച്ചില്ല എങ്കിൽ അത് ഹൃദയ സ്തംഭനത്തിലോട്ട് വീഴും. ഇനി ഹൃദയ ആഘാതത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഹാർട്ട് അറ്റാക്ക് എന്നും ഹൃദയ സ്തംഭനത്തിന് ഇംഗ്ലീഷില് കാർഡിയാക് അറസ്റ്റ് എന്നുമാണ്. APJ അബ്ദുൽ കലാം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ പെട്ടെന്ന് വീണ് മരണപ്പെട്ടു എന്നാ നിങ്ങൾ വാർത്തകളിൽ വായിച്ചത്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ്. പറഞ്ഞ മനസ്സിലായോ? പെട്ടെന്ന് നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമ്മളെ വീട്ടിന്റെ പരിസരത്ത് ഒരാള് പെട്ടെന്ന് നെഞ്ചുവേദന എടുത്തു, അദ്ദേഹത്തിന് ആശുപത്രി കൊണ്ടുപോകുന്നു, ഹൃദയസ്തംഭനം. അദ്ദേഹം ആശുപത്രി കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു. ആ ഹൃദയസ്തംഭനം പിന്നീട് ഹൃദയാഘാതത്തിലോട്ട് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അകത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്ക്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് നീ ശ്രദ്ധിക്ക്. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നാ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. യഥാർത്ഥത്തിൽ ഹൃദയ ആഘാതം ഹൃദയസ്തംഭനത്തിലോട്ട് നയിക്കും. മനസ്സിലായോ? ഹൃദയ ആഘാതം ഹൃദയസ്തംഭനത്തിലോട്ട് നയിക്കും. എന്നാൽ ഇവിടത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്ത്? ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം. ക്ലിയർ അല്ലേ? അപ്പം വൈദ്യുതി എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോ അത് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം. ഓക്കെ, ഇനി നോക്കടാ, നേരത്തെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താണ് ഹൃദയ ആഘാതം എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു കൊറോണറി ധമനിയിൽ ഉണ്ടാകുന്ന അതിരോസ്ക്ലിറോസിസ് ആണ് ഹൃദയാഘാതത്തിന് കാരണം. അപ്പൊ ഞാൻ ചൂണ്ടിവെച്ചു, അതിരോസ്ക്ലിറോസിസ് എന്താണെന്ന് പിന്നീട് പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. നോക്കടാ, ധമനിയുടെ ചുവരിൽ ഫലകം അല്ലെങ്കിൽ പ്ലേക്കുകൾ അടിഞ്ഞുകൂടി അത് ഇടുങ്ങിയതോ തടസ്സപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ രക്തത്തിന്റെ ഒഴുക്ക് കുറയുന്നു അല്ലെങ്കിൽ നിന്നുപോകുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അതിരോസ്ക്ലിറോസിസ്. എഴുത്തവിടെ കിടക്കട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ശരീരത്തിലെ ധമനി എന്നും സിരയെന്നും ലോമിക എന്നും 3 തരം രക്തക്കുഴലുണ്ട് മക്കളെ. ഇത്തിരി ചമയും ഇത്തിരി ജലദോഷം ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരുന്നത് കേട്ടോ. ഒന്ന് അതിനൊരു സോറി. അപ്പോ നമുക്ക് നമ്മുടെ ധമനി എന്ന് പറയുന്ന, സിര എന്ന് പറയുന്ന, ലോമിക എന്ന് പറയുന്ന 3 രക്തക്കുഴലുണ്ട്. അതില് ഒരാളാണ് ധമനി. അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ധമനിയിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലെ കൂടുതൽ വരുന്ന കൊഴുപ്പുകൾ ധമനിയുടെ വശങ്ങളിൽ ഇങ്ങനെ അടിയാൻ തുടങ്ങും. അതിലേക്ക് RBC, പ്ലേറ്റ്ലെറ്റ് പോലുള്ള സാധനങ്ങളും അടിയാൻ തുടങ്ങും. ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് നോക്കടാ, ഇവിടെ മഞ്ഞ കളറിൽ കാണുന്നത് സ്വർണം വിഴുങ്ങിയതല്ല മക്കളെ. വിഴുങ്ങിയ സ്വർണം രക്തക്കുഴലിനകത്തൂടി ഒഴുകുന്നതായിട്ട് തോന്നിയോ? അതല്ല. ഇവിടെ ആ മഞ്ഞ കളറിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫലകം അല്ലെങ്കിൽ പ്ലേക്ക് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് ഇവിടെ ഒരു കൊഴുപ്പായിട്ട് രൂപം കൊള്ളുമ്പോൾ അവിടെ രക്തത്തിന്റെ ഒഴുക്ക് അവിടെ തടസ്സപ്പെടുകയോ കുറയുകയോ ചെയ്യും. ഇങ്ങനെ ഒഴുക്ക് തടസ്സപ്പെടുന്നതാണ് ഹൃദയ ആഘാതത്തിന് കാരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് അതിരോസ്ക്ലിറോസിസ് എന്നുള്ളത് പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കടാ, ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് കാണുന്നുണ്ട്. ഇതിനിടക്കായിട്ട് കുറച്ച് വേരുകൾ പോലെ ഇങ്ങനെ, അല്ലെ, നമ്മളൊക്കെ ദേഷ്യം വന്ന് കണ്ണ് ചുവക്കുമ്പോ, അല്ലെ, നമ്മളെ വീട്ടിൽ നമുക്ക് ദേഷ്യം വന്ന് കണ്ണ് ചുവക്കുമ്പോ കണ്ണിനകത്തോട് വേരുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തോന്നൂലേടാ? അതുപോലെ ഇവിടെ വേരുകൾ നിങ്ങൾ കണ്ടില്ലേ? ഈ വേരുകൾ പോലെ കണ്ടതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊറോണറി ധമനി എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ചുവന്ന നിറത്തിൽ കാണുന്ന രക്തക്കുഴലുണ്ടല്ലോ, ഇവന്റെ പേരാണ് മഹാധമനി എന്ന് പറയുന്നത്. മഹാധമനി എന്ന പേര് വരാൻ കാരണം എന്താ? അവനൊരു മഹാമടിയനായതുകൊണ്ട് അല്ല. മഹാധമനി എന്നുള്ള പേര് വരാൻ കാരണം എന്താ? അവൻ മഹാമനസ്കനാണ്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന കുഴലിന്റെ പേരാണ് മക്കളെ മഹാധമനി അല്ലെങ്കിൽ അയോട്ട എന്ന് വിളിക്കുന്നത്. അയോട്ടയുടെ ആദ്യത്തെ ശാഖയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? കൊറോണറി ധമനി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹൃദയാഘാതത്തിന്റെ
തുടക്കം എന്ന് പറയുന്നത്. ഇവിടെയാണ് അതിരോസ്ക്ലിറോസിസ് വന്നാൽ, അല്ലെങ്കിൽ കൊറോണറി ധമനിയിൽ മാത്രമാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ധമനിയിൽ എവിടെ വേണമെങ്കിലും അതിരോസ്ക്ലിറോസിസ് വരാം. പക്ഷെ അത് അപകടം കൂടുന്നത് നമ്മുടെ കൊറോണറി ധമനിയിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് വരുന്നത് എന്നതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കിക്കേ, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പെട്ടെന്നൊരു സാധനത്തിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും വരൂല. അപ്പൊ അങ്ങനെയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഹൃദയത്തിലെ വൈദ്യുത തകരാർ ക്രമരഹിതമായ ഒരു ഹൃദയമിടിപ്പുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഒരു ക്രമരഹിതമായ ഹൃദയമിടിപ്പ്. അതായത് നമ്മളെ ഹൃദയത്തിനൊരു താളമുണ്ട്, അറിയാമല്ലോ, ടിക് 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 അല്ലെ, നമ്മളെ സിനിമയിലെ കാണുന്ന ഒരു താളമുണ്ട് അല്ലെ. എന്നാൽ ഹൃദയത്തിന്റെ താളം തെറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ടിങ്കടിക്കാ ടിക്കാ ടിങ്കടിക്കാട, അതാണോ? അല്ല, ഹൃദയത്തിന്റെ താളം തെറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടിക് 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 എന്ന് പറയുന്നതിന്റെ ആ താളം തെറ്റിയിട്ട് തോന്നും പോലെ ഒരു ഇടിയുണ്ട്. ആ തോന്നും പോലെ ഇടിയെന്ന് പറയുന്നത് ചില സമയത്ത് ഹൈ ലെവലിൽ ഇങ്ങനെ കയറിപ്പോ, മനസ്സിലായോ? അങ്ങനെ കയറിപ്പോയി പെട്ടെന്ന് ഹാർട്ട് അങ്ങ് നിന്നു പോകും. ശ്രദ്ധിക്കണം, അണയാൻ പോണത് ഈ ആളിക്കത്തു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പെട്ടെന്ന് ടബേന്നൊരു കയറ്റം കയറും, പെട്ടെന്ന് എന്ത് ചെയ്യാം, നിന്നു പോകാം. ഇത് ഹൃദയ സ്തംഭനത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കടാ. ക്രമരഹിതമായ ഹൃദയ താളം മൂലം ഹൃദയത്തിന്റെ എല്ലാ പ്രവർത്തനവും പെട്ടെന്ന് നഷ്ടപ്പെടുന്നതാണ് സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൃദയത്തിനൊരു ഒഴുക്കുണ്ട്, അത് വിട്ടിട്ട് തോന്നുമ്പോൾ ഒരു ഇടി വരുമ്പോ അത് ഹൃദയം നിന്നു പോകാൻ ഒരു റീസൺ ആയിട്ട് മാറുന്നു. അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരുന്നു. ഇത്തരം വ്യക്തികൾ നമ്മൾ ചെയ്യേണ്ട കാരണങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, കാർഡിയോ പൾമണറി റിസഡിറ്റേഷൻ, അതായത് CPR എന്ന് പറയും. നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുകയും അതുപോലെ ഹാർട്ടിൽ ശക്തമായി പ്രസ് ചെയ്യുകയും ചെയ്യുക. അയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഒരു മാർഗമാണ്. അതായത് ഹൃദയസ്തംഭനം വരുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ CPR ചെയ്യണം. പ്ലസ് രണ്ടാമത് പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. നിങ്ങൾ ഇത് മാത്രമെങ്കിലും പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ AED മെഷീൻ എന്ന് പറയണം. ഇതാണ് AED മെഷീൻ എന്ന് പറയുന്ന സാധനം. AED മെഷീൻ എന്ന് പറയുന്ന മെഷീന് വൈദ്യുതി, നമുക്കിവിടെ വൈദ്യുതിയുടെ തകരാറ് കൊണ്ടാണല്ലോ കാർഡിയാക് അറസ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഹൃദയസ്തംഭനം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തകരാറ് എന്താണെന്ന് കണ്ടെത്തി സ്വയം ഈ മെഷീൻ കണ്ടെത്തുകയും എന്നിട്ട് ആ മെഷീൻ തന്നെ സ്വയം ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ പറയുന്ന ഹാർട്ടിനെ തിരിച്ചിടിക്കാൻ പ്രേരിപ്പിക്കും. അതായത് നിങ്ങൾക്കറിയാമല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് കേട്ടിട്ടില്ലേ മക്കളെ? അതുപോലെ നിന്നത് വൈദ്യുതിയാണെങ്കിൽ അതേ വൈദ്യുതി കൊണ്ട് തന്നെ നമുക്ക് അവനെ തിരിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തിയാൽ കിട്ടും. മേ ബി ചിലതാണ്. ആ പരിപാടിയാണ് നമ്മൾ AED എന്ന് പറയുന്ന സാധനം. AED എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയും. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രഥമ ശുശ്രൂഷ ഉണ്ട്. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ് ഈ പറയുന്ന സാധനം. അപ്പൊ AED മിഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഹൃദയാഘാതം, ഹൃദയസ്തംഭനം എന്നൊരു ഓപ്ഷൻ വന്നാൽ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഹൃദയസ്തംഭനം എന്നതാണ്. ചില സിനിമകളിലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇസ്തിരിപ്പെട്ടി പോലെ ഒരു സാധനം ഇട്ട് ഇങ്ങനെ ഇടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സാധനത്തിനും ഇതേ ജോലി തന്നെയാണ്. അത് ചെയ്യുന്ന ഒരു സ്വയം ആ ജോലി ചെയ്യുന്ന ആളാണ്. അതായത് അത് ചെയ്യുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അതുമായിട്ട് പ്രാക്ടീസുള്ള ആൾക്കാരാണ് എങ്കിൽ ഇവിടെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ നിന്നാണ് ഇൻഫർമേഷൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ആ ഇൻഫർമേഷൻ അനുസരിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണമെങ്കിലും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാർഡിയാക് അറസ്റ്റ് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ആ സമയത്ത് AED മെഷീൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് വരുത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അയാളെ എമർജൻസി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്താൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനിവിടെ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ വരുന്ന പുതിയ പാറ്റേൺ ചോദ്യം നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നതാണ്, അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരിക എന്നതാണ്. നമ്മൾ ഒന്നിനെയും നമ്മൾ ലഘുവായിട്ട് കാണരുത്. അപ്പോൾ സിമ്പിളായ ക്വസ്റ്റ്യൻസും വരും, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടഫായ ക്വസ്റ്റ്യൻസും വരും. ആ ടഫായ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പോ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോ ഈ പഠനം നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. രാവിലെ 5 മണിക്ക് ഞങ്ങളതാ നിങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. ഇനി ഉഷാറായിട്ട് പഠിച്ച് ജോലി വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.